ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാര്യമായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എൻ്റെ കയ്യിലുള്ള iPhone 11 Pro Max ഫോണാണ്. സൗദി ടിപ്സ് എന്നുള്ള എൻ്റെ ചാനലിലെ വീഡിയോസും അനസ്കേസ് എന്നുള്ള ചാനലിലെ വീഡിയോസും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ പെരുന്നാൾ ട്രിപ്പിൻ്റെ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഒരു അപ്ഡേഷൻ്റെ സമയമായി എന്നുള്ളത് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ സോണിയുടെ വ്ളോഗേഴ്സിൻ്റെ സ്വപ്ന ക്യാമറയായ ZV E10 എന്നുള്ള ക്യാമറ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് എനിക്ക് ക്യാമറ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സമയം ഞാനിത് പൊളിക്കാതെ വീഡിയോ ചെയ്യാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകാംക്ഷ വരുന്നതിനായിക്കൊണ്ട് കാത്തു നിൽക്കുകയാണ് ഇതിനകത്ത് എന്തെല്ലാമാണ് ഉള്ളത് എന്നുള്ളത്. ഞാൻ ഈ ക്യാമറ വാങ്ങിയിട്ടുള്ളത് 3100 റിയാൽ കൊടുത്തിട്ടാണ്. സാധാരണ എല്ലാ സൈറ്റിലും ഇതിൻ്റെ റേറ്റ് സൗദി അറേബ്യയിൽ 3100 റിയാൽ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ വേറെ ചില ഓഫേഴ്സ് എല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്യാമറ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയ്ക്ക് താഴെ എൻ്റെ നമ്പർ നൽകിയിട്ടുണ്ട്. അത് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വളരെ മികച്ച ഓഫറിൽ ഈ ക്യാമറ വാങ്ങാമെന്നുള്ളത് ഞാൻ വിശദീകരിച്ച് തരാം. ഇപ്പോൾ ഞാൻ എന്താ പറയാത്തതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴേക്കും ഈ ഓഫർ കഴിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. പരിമിത കാലത്തേക്ക് മാത്രമുള്ള ഓഫറാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാമറയുടെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അവർ ഓഫർ ചെയ്ത എല്ലാ പ്രൊഡക്റ്റും ഇതിൽ അകത്തുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. 3100 റിയാലിന് സാധാരണ ക്യാമറ ലെൻസ് മാത്രമാണ് ലഭിക്കാറുള്ളത്. പക്ഷേ ഇതിൽ അതിൻ്റെ പുറമെ ക്യാമറ വെക്കാനുള്ള സ്റ്റാൻഡും അതുപോലെ തന്നെ വയർലെസ് മൈക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പൊളിച്ച് നോക്കിയാൽ മാത്രമാണ് ഇതുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല അൺബോക്സിലേക്ക് കിടക്കാം. എനിക്ക് കിട്ടിയ കത്തി ഇപ്പോൾ ഇതാണ്. തൽക്കാലം ഈ കത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൊളിക്കാം. ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് ടാബി സർവീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പ്രൊഡക്റ്റ് വാങ്ങാൻ സഹായിക്കുന്ന സർവീസാണ് ടാബി എന്നുള്ളത്. ടാബി സർവീസിനെ കുറിച്ച് വളരെ വിശദമായി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. ടാബി സർവീസ് ഉപയോഗിച്ച് ഈ ക്യാമറ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുള്ള എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ പെട്ടി തുറന്നപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതാ. അത് അബാനൊക്കെ ഭയങ്കര എക്സൈറ്റിംഗിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് സോണിയുടെ തന്നെ ബ്ലൂടൂത്ത് ട്രൈപ്പോഡാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് പിന്നീട് നോക്കാം. ഞാനിപ്പോൾ എടുക്കുകയാണ്. അതിനുശേഷം കാണാൻ പറ്റുന്നത് വയർലെസ് മൈക്കാണ്. അവർ ഓഫർ ചെയ്ത പോലെ തന്നെ വയർലെസ് മൈക്കും ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ലഭിക്കുന്നത് ഇതാ. ആഹാ, ഇതിങ്ങനെ പൊട്ടിച്ച് കളിക്കാൻ പറ്റിയ സാധനം കേട്ടോ. അങ്ങനെ ടക്കാറിന് ഇങ്ങനെ പൊട്ടിക്കാം. ഞാൻ ബാക്കി അപ്പാൻ പൊട്ടിച്ചോ. അപ്പാനെ കാണില്ലേ? ആ പൊട്ടിച്ച ഐ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ബില്ല് കൂടെ അവർ അയച്ചിട്ടുണ്ട്. നേരത്തെ ഒരു PDF അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ക്യാമറ വരുന്നത്. നമുക്കിതിന് ആവശ്യമില്ലല്ലോ. ആ പോട്ടെ. നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ കാണാൻ പറ്റുക ആദ്യം തന്നെ സോണിയുടെ ഒരു ബുക്ക്ലെറ്റ് കാണുന്നുണ്ട്. ആവശ്യമില്ല. അതുപോലെ റെഫറൻസ് ഗൈഡ്, കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ബുക്കുകളുണ്ട്. നമുക്ക് വായിച്ച് പഠിക്കാൻ മാത്രമുണ്ട്. ഇതൊക്കെ ചൈനീസിലാണല്ലോ. അറബിയിലുള്ളതുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. നമുക്ക് കാര്യത്തിൽ പെടുന്നപ്പോൾ ഇതായിരിക്കും. ഇംഗ്ലീഷിൽ അവിടെ നിന്നോട്ടെ. ഇനി ഇങ്ങനെ പൊളിച്ച് വരുമ്പോൾ നമുക്കിതാ കാണാൻ പറ്റുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ചാർജിങ് വയർ കാണുന്നുണ്ട്. 2 വയറുണ്ടോ? 2 തരത്തിലുള്ള വയറുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? 2 തരത്തിലുള്ള വയറുണ്ട്. ഞാൻ എടുത്തോളാം. അല്ല, 3 തരത്തിലുള്ള വയറുണ്ട്. ഇവർക്ക് ഇത്ര ആത്മാർത്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വിട്ടുപോയി. പിന്നെ കാണാൻ പറ്റുന്നത് ഈ ക്യാമറ തൂക്കി വെക്കാനുള്ള ഒരു കയറുണ്ട്. പിന്നെ ഇപ്പം എന്താ, പിന്നെ ലഭിച്ചിട്ടുള്ളതിൻ്റെ പവർ അഡാപ്റ്ററാണ്. അതിന് ശേഷം നമുക്ക് ബാറ്ററി കാണുന്നുണ്ട് കേട്ടോ. സോണിൻ്റെ ബാറ്ററി ഇതാ കാണുന്നത്. പിന്നെ ഒരു ടൈപ്പ് C കേബിളുണ്ട്. പിന്നെ മൈക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള വിൻഡ് ഷീൽഡോ ആ സാധനമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്യാമറ എടുക്കാം. അങ്ങനെ പ്രൊഡക്റ്റ് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രൊഡക്റ്റ് ലഭിച്ചിരിക്കുന്നു. അബാനൊന്ന് നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇതാ കണ്ടോ, ഓണാക്കിയിട്ടില്ല. സോണിയുടെ ക്യാമറയുടെ പ്രത്യേകത ഇത് വളരെ ചെറുതാണ്. നമ്മുടെ ഫോണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ഒരു 3/4 ഭാഗം വലിപ്പമേതുള്ളൂ. പിന്നെ പോക്കറ്റ് കൊണ്ടുവെക്കാൻ കഴിയുന്നില്ല. കാരണം ഇതിൻ്റെ ലെൻസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് പോക്കറ്റിൽ കൊണ്ടുവെക്കാൻ കഴിയില്ല.
എന്നാലും പിന്നെ വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാമറയാണ്. മുകളിലായിട്ട് മൈക്ക് വരുന്നുണ്ട്. 24.2 മെഗാ പിക്സൽ ലെൻസാണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ ക്യാമറയെ കുറിച്ച് കൂടുതൽ പറയാമെന്നൊന്നും എനിക്കറിയില്ല. അത് അറിയുന്ന ആൾക്കാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞ വീഡിയോസൊക്കെ ഉണ്ടാക്കി കാണുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഈ ഡിസ്പ്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് ശരിക്കും വേണ്ടത് ഞാൻ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിയിട്ട് ഇവിടെ നിൽക്കുന്ന സൈസാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അങ്ങനത്തത് കനോണിൻ്റെ ഉണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ക്വാളിറ്റി കൊണ്ടും വീഡിയോ ചെയ്യാനൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് സോണി ആയതുകൊണ്ടാണ് സോണി തന്നെ വാങ്ങിയത്. ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇതിക്ക് മെമ്മറി വാങ്ങിയതിന് ശേഷം ഞാൻ ചെയ്യാം. കാരണം ഇപ്പോൾ മെമ്മറി വാങ്ങിയിട്ടില്ല. അതിൻ്റെ കൂടെ മെമ്മറി വരുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ വന്നിട്ടില്ല. മെമ്മറി വാങ്ങിയതിന് ശേഷം ഇതിൽ നിന്നുള്ള സാമ്പിൾസ് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ക്യാമറയുടെ വിശേഷങ്ങൾ. ഇനി ക്യാമറയുടെ കൂടെ ലഭിക്കുന്ന പ്രൊഡക്റ്റുകൾ നോക്കാം. അതാണ് എല്ലാവരും ആദ്യം ക്യാമറ കാണിക്കാറില്ല. ആദ്യം മറ്റ് പ്രൊഡക്റ്റ് കാണിച്ച് കഴിഞ്ഞിട്ടാണ് ക്യാമറയിൽ കടക്കാറുള്ളത്. ഇനി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു ട്രൈപോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, ഇത് ക്യാമറ വെക്കാനുള്ള ഒരു ഗ്രിപ്പ് എന്നൊക്കെ പറയാം. അതിൽ കൂടെ കുറേ പുസ്തകങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഇട്ട് വെക്കാനുള്ള ഒരു പൗച്ച് ഇതിൻ്റെ കൂടെ ഉണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പൗച്ച് നല്ലത് തുറന്നു നോക്കാം. തന്നെ അതാ സോണിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവർ. ആദ്യം അൺബോക്സ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അബാൻ അൺബോക്സിങ് കഴിഞ്ഞ്. ഇതാണ് നമുക്കിതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ലഭിച്ചിട്ടുള്ള ട്രൈപോഡ്. ഇതിൽ നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ബാറ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്ന ബാക്കിൽ ബാറ്ററി ഇടാനുള്ള സൗകര്യമുണ്ട്. നല്ലൊരു കിടിലൻ സാധനം തന്നെ പറയാം കേട്ടോ. ഞാനിത് വേറെ തന്നെ വാങ്ങാൻ വേണ്ടി വിചാരിച്ചതായിരുന്നു. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താ നീങ്ങാത്ത്? എന്തോ ആവാം. എന്നാൽ നമുക്ക് പിന്നീട് നോക്കാം എന്താണ് നീങ്ങാത്തെന്നുള്ളതൊക്കെ. പിന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വയർലെസ് മൈക്കാണ്. ഇതൊരു കിടിലൻ സാധനമായിരിക്കും വിചാരിക്കുന്നുണ്ട്. ഞാനൊരു മുമ്പ് വെച്ചിരുന്നത് റോഡിൻ്റെ വയർലെസ് മൈക്കായിരുന്നു. അത് ഒരു പ്രാവശ്യം ജോർദാനിലേക്ക് പോയ സമയത്ത് അവിടെ നഷ്ടപ്പെട്ടു. അതിനുശേഷം പിന്നെ ഒരു ചാത്തൻ സാധനം വാങ്ങി ഉപയോഗിക്കുന്നതാണ്. അതിനാണ് നമുക്ക് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ സൗണ്ടിൽ കാണും. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെയുള്ള ഈ പാക്കറ്റ് വിളിച്ചപ്പോൾ അതിൻ്റെ വിൻഡ് ഷീൽഡോ അങ്ങനത്തെ പറയുന്ന സാധനം കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവും. അത് ഒന്നേ ഉള്ളൂ. ഒരു പൗച്ചിലാണ് നമ്മൾ വയർലെസ് മൈക്ക് ഇട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ വീഡിയോ കണ്ട പോലെ കേട്ടോ, വളരെ ചെറുതാണ്. ഞാൻ ഫോട്ടോസ് കണ്ടപ്പോൾ കുറച്ച് വലുതാണ് വിചാരിച്ചിരുന്നു. ഇത് വളരെ ചെറുതാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇവിടെ കുത്തി വെക്കാൻ മാത്രം ഭാഗത്തിനേ ഉള്ളൂ. പിന്നെ നമ്മൾ ക്യാമറ വെക്കാൻ വേണ്ടി ഇത് അതിമൊരു പ്രത്യേകം പ്രൊഡക്റ്റ് തന്നെ വെച്ചിട്ടുണ്ട്. ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്യാമറയിൽ തന്നെ കുത്തി വെക്കാനും പറ്റും. സംഗതി പൊളിച്ചു. ഇനി എന്തായാലും റോഡിൻ്റെ വയർലെസ് മൈക്ക് വാങ്ങേണ്ട ആവശ്യം വരും തോന്നുന്നില്ല. പക്ഷേ ഇത് രണ്ടെണ്ണേ ഉള്ളൂ. ഒരു മൈക്കും ഒരു റിസീവറേ ഉള്ളൂ. ശരിക്കും എനിക്ക് 2 മൈക്കും ഒരു റിസീവർ ഉള്ളതാണ് വേണ്ടത്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനത്തെ ആയിരുന്നു. പക്ഷേ സോണിൻ്റെ അങ്ങനത്തത് വലിയ വില കൊടുക്കേണ്ടി വരും. എന്തായാലും ഫ്രീ കിട്ടിയതല്ലേ, പ്രശ്നമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്കിത് കാണുന്ന കുറേയേറെ കടലാസുകളും അതും ഇതൊക്കെ കാണുന്നുണ്ട്. വാറണ്ടി കാർഡ് മറ്റു മറിച്ചൊക്കെയാണ്. അതുപോലെ തന്നെ USB കേബിൾ ഉണ്ട്. ടൈപ്പ് C അല്ല കേട്ടോ. അതൊക്കെ മനസ്സിലാവാത്തതാണ്. എന്തുകൊണ്ടാണ് ടൈപ്പ് C കൊടുക്കാത്തവർ? ഇത് ടൈപ്പ് C അല്ല വരുന്നത്. ടൈപ്പ് C ആണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒറ്റ വയർ മതിയായിരുന്നു. ഈ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയ്ക്ക് താഴെ നമ്പർ നൽകിയിട്ടുണ്ട്. ഈ ഓഫർ കഴിഞ്ഞതിന് മുമ്പായി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ പ്രൊഡക്റ്റ് ഈ പൈസക്ക്, അതായത് 3100 റിയാലിന് ഈ പറഞ്ഞ വയർലെസ് മൈക്കും അതുപോലെ തന്നെ ഈ ട്രൈപോഡും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് അത്യാവശ്യം ബൾക്കിയേണ്ടത് ഒറ്റ ലോക്കൽ സാധനമൊന്നുമല്ല, സോണിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. തിന്നാളല്ല ഒരു സാധനം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നേരത്തെ അബാ വലിച്ചിട്ടതിൽ പോയതാണെന്ന് തോന്നുന്നു. ഇത് നമ്മളെ മൈക്ക് കണക്ട് ചെയ്യാനുള്ള TRX കേബിളാണ്. ഫോണിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേറൊരു പ്രൊഡക്റ്റ് കൂടെ വേണ്ടി വരും. ഐഫോണിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വേറൊരു കുത്താള സാധനം കൂടി വേണം. അതുപോലെ തന്നെ സാംസങ് ഫോണിൽ ഉപയോഗിക്കണമെങ്കിലും ഇതിൻ്റെ വേറൊരു TRX എന്ന് പറഞ്ഞ ഒരു കേബിൾ ഉണ്ട്. അത് വാങ്ങേണ്ടി വരും. അതിന് കൂടുതൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടെ അബാനുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആശംസിക്കുന്നു. അബാൻ അവൻ ടാറ്റ എടുത്താ ഓക്കെ. അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ക്യാമറയിലായിരിക്കും കാണാൻ സാധിക്കുക. ആദ്യം ഞാൻ മെമ്മറി കാർഡ് വാങ്ങി വരട്ടെ.
ഓക്കെ.